അങ്ങനെ വി ഡി സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളിലെത്തി അല്പസമയം മുമ്പ് ചുമതലയേറ്റു. നോർത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസ്. ഇതേ ബ്ലോക്കിലെ 2-ാം നിലയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് പ്രവർത്തിക്കുക. നേരത്തെ മന്ത്രിമാരായിരുന്ന മുതിർന്ന നേതാക്കൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണ് ആവശ്യപ്പെട്ടത്. വിജിൻ വായന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, നേരത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഓരോ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രി അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുന്ന എല്ലാവരുടെയും ഓഫീസുകളിലെത്തി അവരവർ ചുമതലയേറ്റെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിയുടെ ഓഫീസ് വി ഡി സതീശൻ ഉപയോഗിക്കുന്നത്. അതാവട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ള കൗതുകം കൂടി അതിനകത്തുണ്ട്. എന്തായാലും ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിന് പോയി. അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റിൽ അവരവർക്കായി അനുവദിച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളിലും അടുത്ത 5 വർഷത്തേക്ക് വലിയ രീതിയിൽ ഒരു എന്താ പറയുക പവർ കേന്ദ്രമായി മാറാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ഓഫീസുകളിലേക്ക് എത്തിയതും അവർ ചുമതല ഏറ്റെടുത്തതും ആ ദൃശ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വിജയ്? സേവദിനെന്തായാലും മുഖ്യമന്ത്രിയാണ് ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത്. അതിനുശേഷം മന്ത്രിമാർ എല്ലാവരും ചുമതല ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ മറ്റു മന്ത്രിമാർ പല മന്ത്രിമാരും അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതല നിലവിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്യാബിനറ്റ് യോഗം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് മന്ത്രിമാരെല്ലാം അവരുടേതായ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കുക. നിലവിൽ എല്ലാവരുടെയും വകുപ്പുകൾ പൂർണ്ണമായും തീരുമാനിച്ചിട്ടില്ല. നേരത്തെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ അത് GADക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ നെയിം ബോർഡുകൾ ഉൾപ്പെടെ ചെയ്യാനായി, അതിൻ്റെ പ്രവൃത്തികൾ നടത്താനായി GADക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ഓരോരുത്തരും അവരുടേതായ ഓഫീസുകൾക്ക് മുന്നിൽ ആ ബോർഡ് വെക്കും. അല്പസമയത്തിനകം അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണ് ഏതൊക്കെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഉള്ളൊരു വ്യക്തത അല്പസമയത്തിനകം വരും. നേരത്തെ ചില മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആഭ്യന്തരവും വിജിലൻസും ലഭിച്ചിട്ടുള്ള ചെന്നിത്തലയാണ്. ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്, അദ്ദേഹം റവന്യൂ ആണ് കൈകാര്യം ചെയ്യുക. നേരത്തെ ആരോഗ്യവകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വൈദ്യുതി വകുപ്പ് നൽകാമെന്നുള്ളതായിരുന്നു K മുരളീധരനോട് നൽകിയിരിക്കുന്ന, അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല, തനിക്ക് കുറച്ചുകൂടി നല്ല വകുപ്പ് വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ക്യാബിനറ്റ് കഴിയുന്നതോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷം അതത് വകുപ്പുകളുടെ ചുമതല കൂടി മന്ത്രിമാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തായാലും ക്യാബിനറ്റ് യോഗമാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. ആദ്യത്തെ വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് നിലവിൽ നടക്കുന്നത്. 21 മന്ത്രിമാരും പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരും പങ്കെടുക്കുന്ന ക്യാബിനറ്റ് യോഗം എന്തായാലും ആരംഭിച്ചിരിക്കുന്നു. അത് അധികം വൈകാതെ തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനങ്ങൾ വരുത്തുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉള്ള ഒരു മന്ത്രിസഭാ യോഗമായിരിക്കുമെങ്കിൽ അത് പല വകുപ്പുകളുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് മന്ത്രിമാർ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിൽ ധനവകുപ്പിന് ഉൾപ്പെടെ ചുമതലയുള്ളതാണ്. അങ്ങനെ ആ കാര്യത്തിൽ ഉള്ള തീരുമാനം ഏത് മന്ത്രിമാർ കൈക്കൊള്ളണം, അതുമായി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശം എന്തായാലും മുഖ്യമന്ത്രി നൽകും. ഒപ്പം തന്നെ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. അത് KSRTC വകുപ്പുമായി, ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയാണ്. അതുമായി ബന്ധപ്പെട്ട നിലവിൽ ധനകാര്യ വകുപ്പും ഒപ്പം തന്നെ KSRTCയും ചേർന്ന് ഒരു കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര വനിതകൾ ഒരു ദിവസം KSRTC വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ സൗജന്യ നിരക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ള ബാധ്യതകൾ വരും, അത് ഏത് ഭാഗത്തുനിന്ന് തീർക്കുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു നടപടികളിലേക്ക് കടക്കണം. അത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല, അത് ഈ വകുപ്പ് മന്ത്രിമാർ കൂടി ചേർന്ന് കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ, ഒപ്പം ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയായിരുന്നു നേരത്തെ UDF തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉയർത്തിയ മുദ്രാവാക്യം. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ തരത്തിൽ മുന്നേറാൻ അവർക്ക് കഴിയുകയും 102ഓളം സീറ്റുകളിലേക്ക് വമ്പൻ വിജയം നേടാൻ കഴിയുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നേരത്തെ പറഞ്ഞിരുന്ന പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ അത് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൽ ചെയ്യുക. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.
ചീഫ് സെക്രട്ടറി മുഖാന്തരം ഇതിനെല്ലാമുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പൂർത്തീകരിക്കേണ്ട, പ്രഖ്യാപിക്കേണ്ട, ഒപ്പം തന്നെ ആരംഭിക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഒരു ക്രോഡീകരണമൊക്കെ നേരത്തെ തന്നെ വി ഡി സതീശൻ തന്നെ അക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയുമായി ആലോചിച്ചിരുന്നു. പല ഘട്ടങ്ങളിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് നിയുക്ത മുഖ്യമന്ത്രിയുമായി ആ ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. എന്തായാലും അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ആ അധികാരം ഏറ്റെടുക്കൽ കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ട്. പ്രധാന പ്രഖ്യാപനങ്ങൾ ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള ചർച്ചകൾ, അക്കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ഏത് തരത്തിൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിലുള്ള ഒരു വിശദീകരണം ഉൾപ്പെടെയുള്ളവ അത് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു അരമണിക്കൂറോളം എങ്കിലും ക്യാബിനറ്റ് യോഗം നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിനുശേഷം വാർത്താസമ്മേളനം, ആ വാർത്താസമ്മേളനത്തിലായിരിക്കും കേരളം ഉറ്റുനോക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. യെസ്, ഇനി കാതോർത്തിരിക്കുന്നതും ആ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഏറെക്കുറെ 1 മണിക്കൂറോളം ആകുന്നു ആദ്യത്തെ മന്ത്രിസഭാ യോഗം തുടങ്ങിയിട്ട്. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാനുള്ളതാണ്. എന്തൊക്കെ സർപ്രൈസുകൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടി ഓരോ സർക്കാരുകളും ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് വി ഡി സതീശൻ അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയും വലിയ ഉറപ്പുകളും നൽകിയാണ് സർക്കാർ അധികാരത്തിലേറുന്നത്. സ്വാഭാവികമായും ആ പ്രതീക്ഷകൾ കാക്കം കൂട്ടിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിന് വേണ്ടി എത്തും. അതിലേക്ക് തിരികെ എത്താം.